ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് കുറേ മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം തന്നെ പറയാം, ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗാലറി തപ്പിയപ്പോൾ കണ്ടതാണ്. എന്നാൽ ശരി, എന്തായാലും എടുത്തതല്ലേ, പോസ്റ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ച്. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് ശരി ഒരു കേക്ക് ഉണ്ടാക്കിയാലോ, ഒരു ഹാഫ് കേക്ക് എന്ന് വിചാരിച്ച്. പക്ഷെ അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വാപ്പായുടെ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉമ്മാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ ഓൾറെഡി നിനക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്, അപ്പോൾ എന്തായാലും ശരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നാൽ ശരി ഞാൻ അയച്ചു തരുന്ന മോഡൽ ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരുമ്പോഴത്തേനും എൻ്റെ ഉമ്മ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ചെയ്യാം, ചെറുതായി ഒന്ന് ഇതാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് പറ്റിയ ഡിസൈനാണ് ഞാൻ തിരക്കിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എൻ്റെ ഡ്യൂട്ടിക്ക് പോകണ മുന്നേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന്. അപ്പോഴത്തേനും പിന്നെ ഇക്കാക്ക് ടൈമായി, ഇക്കാക്ക് പോവേണ്ടി വന്ന്. അപ്പോഴത്തേനും കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വിചാരിച്ചു പിന്നെ വന്നതിന് ശേഷം കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അതിൻ്റെ വർക്കൊക്കെ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എത്ര ചെയ്തിട്ടും എനിക്ക് മതിയാവുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കും, പിന്നെ കുറച്ച് എടുത്ത് നോക്കും, പിന്നെയും ചെയ്ത് നോക്കും. അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ, നിനക്കത് പറ്റില്ല. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് റെഡ് കളറിൽ കേക്ക് ഉണ്ടാക്കേണ്ടത്, ഇതെന്ത് ഈ കളറാക്കി? അപ്പോൾ ഉമ്മ കളർ അത്ര നല്ലതൊന്നുമല്ലേ, അതാണ് ഈ ലൈറ്റ് ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ശരി കേക്ക് ഉണ്ടാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് സെറ്റായപ്പോഴാണ് അതിലെന്ത് എഴുതും ക്യാപ്ഷൻ എന്ന് ആലോചിച്ച്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പി ഒരു ക്യാപ്ഷനും കണ്ടുപിടിച്ച് എഴുതുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാണ്ട് എഴുതണത് നല്ല രസമുണ്ടാവും, നമ്മൾ നല്ല ഇതാക്കി എഴുതുമ്പോൾ അത് രസം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, 6 മന്തിന് കേക്ക് മുറിച്ച് കട്ട് ചെയ്യണ, ആഘോഷിക്കണ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഞാൻ ആ ഒരു രീതിയിലൊന്നുമല്ല, ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ അങ്ങനെ കേക്ക് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കേക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ ഓൾറെഡി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടാണ് ഉമ്മാനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നാൽ ശരി എന്തായാലും കേക്ക് ഉണ്ടാക്കുകയാണ്, എന്നാൽ ശരി ഇക്കാനെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പ്ലാൻ ആക്കിയത് ഞാൻ തന്നെയാണ് കേട്ടോ. ഞങ്ങളെ കുഞ്ഞേ സന്തോഷം ഞങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ആക്കുന്നു എന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് ഇക്കാനെ വീഡിയോ കോൾ ചെയ്ത് കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കൂടെ കണ്ടു നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Renge renge tere ishq se मन में